ഇൻവെസ്റ്റ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പക്ഷേ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും തീരെ മിസ് ചെയ്തു പോകുന്ന കാര്യം, അല്ലെങ്കിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു കാര്യം, അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ: അസറ്റ് അലോക്കേഷൻ. അസറ്റ് അലോക്കേഷൻ നമ്മുടെ വീഡിയോസിലൊക്കെ പല സ്ഥലത്ത് മെൻഷൻ ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് അസറ്റ് അലോക്കേഷൻ എന്താണ് അതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഈ ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ജാക്സൺ ഡേവിഡ്. വെൽക്കം അഗെയിൻ ടു നാവിയോൺ വെൽത്ത് എഡ്യൂക്കേഷൻ. ആദ്യത്തെ ചോദ്യം എന്താണ് അസറ്റ് അലോക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നിക്ഷേപങ്ങളിലും എത്ര ശതമാനം വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ അസറ്റ് അലോക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഏതൊക്കെ കാറ്റഗറീസാണ് എടുക്കുന്നത് നോക്കാം. പ്രധാനമായിട്ടും 4 കാറ്റഗറീസ് ഇനി കൺസിഡർ ചെയ്താൽ മതി. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ 4 കാറ്റഗറീസായിട്ട് നമ്മൾ ഒതുക്കുകയാണ് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ് ആണ്, രണ്ടാമത്തേത് ഗോൾഡ് ആണ്, മൂന്നാമത്തേത് ഫിക്സ്ഡ് ഇൻകം അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആ കാറ്റഗറിയാണ്, നാലാമത്തേത് ഇക്വിറ്റിയാണ്, ഇക്വിറ്റി ഷെയർസ് ആ കാറ്റഗറിയാണ്. അപ്പോൾ ഈ 4 കാറ്റഗറിയിലും എത്ര വീതം ഇൻവെസ്റ്റ് ചെയ്യണം, അത് എത്ര പെർസെൻറ്റേജ് വീതം ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ തീരുമാനിച്ച് അത് പീരിയോഡിക്കലി നമ്മൾ റീചെക്ക് ചെയ്ത് അതിൽ ഡീവിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ റീബാലൻസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത പെർസെൻറ്റേജ് തിരിച്ചു കൊണ്ടുവരാം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജനറലി അസറ്റ് അലോക്കേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ 4 കാറ്റഗറിയിൽ പെടാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ പ്രഷ്യസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് മാത്രമല്ല, സിൽവർ, പലേഡിയം അങ്ങനത്തെ മെറ്റൽസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആർട്ട് വർക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡയമണ്ട്സ് പോലത്തെ സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എക്സോട്ടിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു നോർമൽ ഇൻവെസ്റ്റർക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 4 കാറ്റഗറിയിലും എത്ര വീതം ഇൻവെസ്റ്റ് ചെയ്തു അതിൻ്റെ ഒരു വെയ്റ്റഡ് ആവറേജ് ആണ് ശരിക്കും നമ്മുടെ റിയൽ ആക്ച്വൽ പെർസെൻറ്റേജ് റിട്ടേൺ എന്ന് പറയുന്നത്. ടോട്ടൽ റിട്ടേൺ സ്വാഭാവികമായിട്ട് എല്ലാത്തിനും കൂടി ചേർത്തുള്ള റിട്ടേൺ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് ഇതിൻ്റെ ഒരു വെയ്റ്റഡ് ആവറേജ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കാറ്റഗറി, ഉദാഹരണത്തിന് ഇക്വിറ്റി വളരെ ഹൈ റിട്ടേൺ തരാൻ സാധ്യതയുള്ളൊരു കാറ്റഗറിയാണ്, അതുപോലെ റിസ്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഹൈ റിട്ടേൺ തരാൻ സാധ്യതയുള്ള കാറ്റഗറിയാണ്. അതിനകത്ത് നമ്മൾ വെറും 3% അല്ലെങ്കിൽ 5% ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെയ്റ്റഡ് ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസിൽ അത് വരുത്തുന്ന മാറ്റം വളരെ പരിമിതമായിരിക്കും. അതേസമയം ചിലപ്പോൾ വളരെ ഡിഫെൻസീവായിട്ടുള്ള അസറ്റ് ക്ലാസ്സിലെ ആളുകൾ വലിയ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യും. അതിന് ഉദാഹരണങ്ങളാണ് പലപ്പോഴും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സും അതുപോലെ ഗോൾഡ്, ചില കേസുകളിലൊക്കെ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ്, അതൊക്കെ വളരെ ലോ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള അസറ്റ് ക്ലാസ്സാണ്. അതേസമയം സേഫാണ്. പക്ഷേ അതിൽ നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് അല്ലെങ്കിൽ പേടിച്ച് അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ പൂർണ്ണമായിട്ട് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വലിയ പെർസെൻറ്റേജ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്മുടെ പോർട്ട്ഫോളിയോ, അതിന് നമ്മൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ചേർത്തിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. പോർട്ട്ഫോളിയോ റിട്ടേൺസ് വളരെ താഴെയാവാൻ അല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഓരോ കാറ്റഗറി ഏതൊക്കെയാണ് വരുന്നത് നോക്കുക. റിയൽ എസ്റ്റേറ്റും എനിക്ക് തോന്നുന്നു ഗോൾഡും കാര്യമായിട്ട് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതല്ല. അത് രണ്ടും നമുക്ക് ഫിസിക്കൽ അസറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് വീട്, സ്ഥലം, ഫ്ലാറ്റ്, അങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമുക്ക് അതിൽ പെടുത്താം. രണ്ടാമത്തേത് സ്വർണ്ണത്തിനകത്ത് നമ്മൾ ഫിസിക്കൽ സ്വർണ്ണമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബോണ്ടുകളുണ്ട്, ഗോൾഡ് ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ETF-കളുണ്ട്, ഗോൾഡ് ഫണ്ടുകളുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻസ് ആവാം ഗോൾഡിൽ. ഫിക്സ്ഡ് ഇൻകം എന്ന് പറഞ്ഞ കാറ്റഗറി കുറേ കൂടി വൈഡർ കാറ്റഗറിയാണ്. അതിനകത്ത് നമുക്ക് എല്ലാത്തരം ഡെപ്പോസിറ്റുകൾ അതിനകത്ത് പെടുത്താം, അതുപോലെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് അതിനകത്ത് പെടുത്താം. കൺവെൻഷണൽ ഇൻഷുറൻസ് പോലെ ബേസിക്കലി നമുക്കൊരു അഷ്വേർഡ് റിട്ടേൺ ഉള്ള, പലപ്പോഴും വളരെ ലോ റേറ്റ് ആയിരിക്കും, എന്നാൽ പോലും അഷ്വേർഡ് റിട്ടേൺ ഉള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഒക്കെ അതിനകത്ത് പെടുക്കാം. ബേസിക്കലി നമ്മൾ ഒരു എമൗണ്ട് ഒരാൾക്ക് കൊടുത്താൽ അതിന് കൃത്യമായിട്ടൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺസ് നമുക്ക് അഷ്വേർഡ് ആയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന രീതിയിൽ റിട്ടേൺസ് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെല്ലാം നമ്മൾ ഈ ഫിക്സ്ഡ് ഇൻകം എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. അത് ബേസിക്കലി ഡെറ്റിൻ്റെ നേച്ചറിലാണ്. അതുകൊണ്ട് അതിനാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള വാക്കൊക്കെ വന്നുള്ളത്. കടം കൊടുക്കുന്ന നേച്ചറിലാണ്. കടം കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നാലാമത്തേത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഷെയർസ് വരും, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ്, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് വരാം, അതുപോലെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്, അതുപോലെ PMS പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്, ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർസിലാണെന്നുണ്ടെങ്കിൽ അതും ഈ 4ാമത്തെ കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തേണ്ടത്. ഇനി എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഈ അസറ്റ് അലോക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ അതിലേറ്റവും എനിക്ക് തോന്നുന്നു ഒരു എക്സാമ്പിൾ വഴി അത് ക്ലിയർ ആക്കണം എന്നാവാൻ തോന്നുന്നു. ഈ അടുത്ത് പരിചയപ്പെട്ട ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അദ്ദേഹം 2012-13 ആ പീരീഡിൽ റിട്ടയർ ചെയ്ത ആളാണ്. ഒരു പ്രൈവറ്റ് കമ്പനി നല്ലൊരു പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്ത സമയത്ത് ഏകദേശം നല്ലൊരു എമൗണ്ട്, ഒരു 60-65 lakhs അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടി. വേറെ കാര്യമായിട്ട് എമൗണ്ട്സ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. ചെറിയ ഡിപ്പോസിറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ താമസിക്കുന്ന ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2012 എന്ന് പറഞ്ഞാൽ വലിയൊരു റിയൽ എസ്റ്റേറ്റ് ബൂം കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും. കാരണം അതിന് മുമ്പത്തെ ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ മിക്കവാറും സ്ഥലം മാത്രമായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 to 10 times ഒക്കെ ഒരു ഇൻക്രീസ് വന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും ആ സമയത്ത് ആലോചിക്കുന്നത് 20-25% റിട്ടേണൊക്കെ ഉറപ്പാണ്, അഷ്വേർഡ് ആണെന്ന രീതിയിലൊക്കെയാണ് അന്ന് ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്ഥലം വാങ്ങിച്ചാൽ നഷ്ടം വരില്ല, യു വിൽ ഓൾവേസ് ഗെയിൻ, യു വിൽ മേക്ക് എ ഹ്യൂജ് പ്രോഫിറ്റ് എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അതുപോലെ തന്നെ നല്ലൊരു സ്ഥലം ആ സമയത്ത് കണ്ണിൽ പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് എൻറ്റയർ എമൗണ്ട് എടുത്തിട്ട് അദ്ദേഹം ആ സ്ഥലം വാങ്ങിച്ചു.
അപ്പോൾ അത് ലോങ് ടേം പ്ലാൻ ആയിരുന്നില്ല കേട്ടോ. അത് അദ്ദേഹം വിചാരിച്ചത് ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞാൽ അത് വിൽക്കാം, അത് വിറ്റിട്ട് ക്യാഷ് ഫ്ലോ ആവശ്യമുണ്ട്. കാരണം പെൻഷൻ ഇല്ലാത്ത ഒരു പർട്ടിക്കുലർ ജോബായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ കിട്ടാവുന്ന രീതിയിൽ ഡെപ്പോസിറ്റ്സോ അല്ലെങ്കിൽ ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് അത് റീബാലൻസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ സ്ഥലത്തിൻ്റെ വില കൂടിയില്ല, വലിയൊരു സ്റ്റാഗ്നേഷൻ പീരീഡാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് അത് വിൽക്കാൻ മനസ്സ് വന്നില്ല. അപ്പോൾ ആ വാങ്ങിച്ച വിലയ്ക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് വിൽക്കാൻ മനസ്സ് വന്നില്ല, വലിയ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചതായതുകൊണ്ട്. ഇപ്പോഴും ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം, പക്ഷേ ക്യാഷ് ഫ്ലോയ്ക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. പലപ്പോഴും മെഡിക്കൽ നീഡ്സ് പോലത്തുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ക്യാഷ് ഫ്ലോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പാളിച്ച് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മോശം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. കാരണം ഇതിനകത്ത് വന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാതെ പോയി, പ്രോപ്പറായിട്ട് അസറ്റ് അലോക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് വേണ്ടത്ര അത് പാലിക്കാതെ പോയിക്കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ കേസിൽ കണ്ടത്. സ്റ്റോക്ക് അതുപോലെ തന്നെയാണ്. ഇപ്പോൾ അതുപോലെ 2008 പീക്ക് സമയത്ത് പോയിട്ട് സ്റ്റോക്കിൽ എൻ്റയർ എമൗണ്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അവർക്ക് വലിയ ക്രാഷ് കണ്ടുവന്നു. ഇത് സ്റ്റാഗ്നേഷനാണ് ഈ കേസിൽ ഉണ്ടായത്. ക്രാഷ് കണ്ടുവന്ന ആൾക്കാരുണ്ട്. എൻ്റയർ എമൗണ്ട് ട്രേഡിങ്ങിലൊക്കെ ലോസ്റ്റ് ആയിട്ട് ആൾക്കാർ അല്ലെങ്കിൽ നഷ്ടം വന്ന ആൾക്കാരുണ്ട്. എന്നാൽ വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കിയാലോ, ഇതിപ്പോൾ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയതുകൊണ്ടാണ്. അതേസമയം വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കിയാലോ അതിനും അതിൻ്റെതായ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ചും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ 96 കുവൈറ്റ് വാർ കഴിഞ്ഞിട്ട് വലിയൊരു കോമ്പൻസേഷൻ കിട്ടിയ ഒരു റിലേറ്റീവിന് എനിക്ക് പരിചയമുണ്ട്, എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് അന്ന് 40 lakhs അടുത്ത് കിട്ടിയിരുന്നു. ആൾക്കാർക്ക് ഓൾമോസ്റ്റ് അസൂയ തോന്നാവുന്ന അത്രയും വലിയൊരു സംഖ്യയായിരുന്നു വന്നത്. അപ്പോൾ അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് മോഡിൽ, അധികം ഏജ് ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ റിട്ടയർമെൻറ്റ് മോഡിൽ എൻ്റയർ എമൗണ്ട് അദ്ദേഹം ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നീടുള്ള വർഷങ്ങളിൽ ഇപ്പോഴും ആ എമൗണ്ട് ഉണ്ട് കേട്ടോ, ക്യാപിറ്റൽ ഇപ്പോഴും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ എമൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് മുഴുവൻ എക്സ്പെൻഡിച്ചറായിട്ട് പോയി, മെഡിക്കലോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പലപ്പോഴും സ്പെൻഡ് ചെയ്തു റെഗുലർ നീഡ്സിനുമായിട്ട്. പക്ഷേ ഇപ്പോൾ 20,000 ആണ് പെർ മന്ത് അതിനകത്ത് നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ക്യാപിറ്റലിൻ്റെ വാല്യൂ അന്നത്തെ 40 lakhs വാല്യൂ ഇപ്പോൾ വളരെ വളരെ കുറഞ്ഞു, അല്ലെങ്കിൽ ആനുപാതികമായിട്ട് പ്രൊപ്പോർഷനലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺസ് മാത്രം നോക്കിയാൽ പോരാ, റിസ്ക് ഒരു ഫാക്ടറാണ്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി പലപ്പോഴും ഒരു ഫാക്ടറാണ്. നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ല് ചെയ്ത് അത് ക്യാഷായിട്ട് അല്ലെങ്കിൽ പണമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, ലിക്വിഡിറ്റി ഒരു പ്രശ്നമാണ്. ടാക്സേഷൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം പല ഇൻവെസ്റ്റ്മെൻറ്റ്സിലും റിട്ടേൺ ഹൈ ആണെങ്കിൽ അതുപോലെ തന്നെ ഹയർ ടാക്സേഷൻ പലപ്പോഴും, അല്ലെങ്കിൽ ലോ റിട്ടേൺ ആണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ടാക്സേഷൻ വരേണ്ട കേസുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ അസറ്റ് അലോക്കേഷൻ സെറ്റ് ചെയ്യാനായി. വീട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ നേരത്തെ ചെയ്തിരുന്നു. അത് ആരെങ്കിലും കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം, ഐ ബട്ടണിൽ മുകളിൽ കൊടുക്കാം. അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ജനറലി ആളുകൾ വരുന്ന മിസ്റ്റേക്സിനെ പറ്റിയിട്ട്, അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലായതുകൊണ്ട് ഇക്വിറ്റിയായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നൊരു വിഷയമാണ്. അത് ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഐ ബട്ടൺ മുകളിൽ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ലിങ്ക് അവസാനം കൊടുക്കാം. അപ്പോൾ കാണാത്ത ആളുകൾ ഈ 2 വീഡിയോ, വീടിൻ്റെ വീഡിയോ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് മിസ്റ്റേക്സിൻ്റെ വീഡിയോ, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് മിസ്റ്റേക്സിൻ്റെ വീഡിയോ. അപ്പോൾ ആ 2 വീഡിയോസും കണ്ടിട്ട് ഈ വീഡിയോയും കൂടി ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനോ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള അസറ്റ് ക്ലാസസ് എല്ലാം, ഫിക്സ്ഡ് ഇൻകത്തിൻ്റെ പല കാറ്റഗറീസ് ഉണ്ട്, അതുപോലെ ഇക്വിറ്റി ഷെയർസിൻ്റെ കാറ്റഗറീസ് ഉണ്ട്, ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് മടുപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മന്ത്ലി 1-2 ക്വാളിറ്റി വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി റിട്ടേൺസിൽ ഇത്ര വലിയ വ്യത്യാസം വരും, പലരും ആലോചിക്കുന്നത് അതാണ്. ഇപ്പം ഫിക്സ്ഡ് ഇൻകത്തിൽ വരുന്ന റിട്ടേൺസും അതുപോലെ ഇക്വിറ്റിയോ അല്ലെങ്കിൽ അതുപോലെ നല്ല സ്ഥലത്തിലൊക്കെ വന്ന റിട്ടേൺസ് തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ലോങ് ടേമിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മാജിക് അല്ലെങ്കിൽ വലിയ വ്യത്യാസം, ഡ്രാമാറ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമ്മൾ പലപ്പോഴും കാണാം. അതിനെ ഒരു ബെഞ്ച് മാർക്ക് ഇയർ ആയിട്ട് 1980 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 40 years ആയി റൗണ്ട് ഫിഗറിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ സെൻസെക്സ് തുടങ്ങിയ കാലമാണ്, 79 സെൻസെക്സ് ബേസ് ഇയർ. പക്ഷേ 80 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് തുടങ്ങിയ കാലമാണ്. 127 സെൻസെക്സ് ആ വർഷമുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ അസറ്റ് ക്ലാസ്, ഈ പറഞ്ഞ 4 അസറ്റ് ക്ലാസ് ഏകദേശം എത്ര റിട്ടേൺസ് തന്നിട്ടെന്ന് നോക്കാം. നമ്മൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇതിന് വേണ്ടിയിട്ട് ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ബേസ് ഡാറ്റ എടുത്തേക്കുന്നത് RBIയുടെ ഹിസ്റ്റോറിക് FD റേറ്റ്സ് ഉണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റേറ്റ്സിൻ്റെ RBI പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് ഉണ്ട്. അതിൻ്റെ ബേസിലാണ് ബാങ്ക് ഡെപ്പോസിറ്റ് റേറ്റ് എടുത്തേക്കുന്നത്. ഗോൾഡ് പ്രൈസ് പിന്നെ പബ്ലിഷ്ഡ് ആണ്, ഇന്ത്യൻ ഗോൾഡ് പ്രൈസസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രസകരമായ കാര്യം, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സിൻ്റെ റേറ്റും ഗോൾഡിൻ്റെ റേറ്റും രണ്ടും ഏകദേശം സെയിം ആണ്. ഈ 40 year പീരീഡ് എടുക്കുകയാണെങ്കിൽ ഓരോ ടൈം എൻട്രി പോയിൻ്റ് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. പ്രത്യേകിച്ചും ഗോൾഡും റിയൽ എസ്റ്റേറ്റും ഇക്വിറ്റിയും എൻട്രി പോയിൻ്റ് അനുസരിച്ചും എക്സിറ്റ് പോയിൻ്റ് അനുസരിച്ച് റിട്ടേൺസിൽ വലിയ വ്യത്യാസം വരാവുന്ന അസറ്റ് ക്ലാസസ് ആണ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ അത്ര വ്യത്യാസം അതിന് ആ കാര്യത്തിൽ വരില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിട്ടേൺ 1980 തൊട്ട് ഇങ്ങോട്ട് ഏകദേശം 9% ആണ്. അപ്പോൾ 1 lakh അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂഷൻ 32 lakhs ആണ് ഉണ്ടാവുക. ടാക്സേഷനോ അതുപോലെ ട്രാൻസാക്ഷൻ ചാർജസ് ഒന്നും നമ്മൾ എക്സാമിന് വേണ്ടി എടുക്കേണ്ട, സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അതേസമയം നമ്മൾ ഇക്വിറ്റി ആണെന്നുണ്ടെങ്കിലോ, അന്ന് സെൻസെക്സ് ആണുള്ളത്, നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഒന്നും അതിൻ്റെ ഔട്ട് പെർഫോമൻസ് ഒന്നും നോക്കണ്ട. സെൻസെക്സിൻ്റെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്, അത് നമ്മളൊരു 1.5% ഡിവിഡൻഡ് ഈൽഡ് വരും ശരിക്കും ഓവർ ദി ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ. അതും നോക്കണ്ട. നമ്മൾ നോർമൽ സെൻസെക്സ് റിട്ടേൺ ആയിട്ടുള്ള 15.9% എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 lakh വാല്യുവേഷൻ ഇപ്പോൾ 3.33 crores ആണ്.
അപ്പോൾ 10 ടൈംസ് വാല്യുവേഷനാണ് ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് ഈ പറഞ്ഞ 40 ഇയേഴ്സ് കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ടൈം കൂടുമ്പോൾ അതുകൊണ്ട് വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള വ്യത്യാസം വരുത്തും. ഇതേ റിട്ടേൺ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, ഇൻഫ്ലേഷൻ കുറവാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇക്വിറ്റി റിട്ടേൺസ് കുറവായിരിക്കും. അതുപോലെ റിയൽ എസ്റ്റേറ്റ് റിട്ടേൺസിലും അതുപോലെ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇതിൻ്റെ അടുത്ത് റിട്ടേൺസ് ഈ പറഞ്ഞ പീരീഡിൽ പ്രത്യേകിച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീടും കൂടി ഉൾപ്പെടുത്തി നോക്കുകയാണെങ്കിൽ റിട്ടേൺസ് കാര്യമായിട്ട് കുറവ് വരും. പക്ഷേ സ്ഥലം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരുവിധം നല്ല സ്ഥലങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് കരുതി എല്ലാ എമൗണ്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും. കാരണം എഗെയിൻ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, ഒരു ബാലൻസ്ഡ് അസറ്റ് അലോക്കേഷൻ ആണ് വേണ്ടത്. അതിൽ നമ്മൾ റിസ്ക് ഒപ്റ്റിമൈസ് ചെയ്യണം. കാരണം വേഴ്സ്റ്റ് കേസ് ക്യാൻ ഹാപ്പൻ ഓൾവേസ്. നമ്മളൊരു വാറോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ ഡിപ്രഷൻ പോലത്തെ ഒരു ഇക്കണോമിക് സിറ്റുവേഷൻ ഒക്കെ വരാം. അപ്പോൾ അതെല്ലാം കണക്കാക്കിയിട്ട് നമ്മൾ ഈ 4 അസറ്റ് ക്ലാസ്സിലും ഗോൾഡൊക്കെ ആ സമയത്ത് വലിയ ഹെഡ്ജായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡിൽ അറ്റ്ലീസ്റ്റ് 10% ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ബാലൻസ്ഡ് അസറ്റ് അലോക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 32 lakhs ആവില്ല നമ്മുടെ റിട്ടേൺസ് ഉണ്ടാവുക, 3.3 crores ആവില്ല. കാരണം അതിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. പക്ഷേ സംവെയർ ഇൻ ബിറ്റ്വീൻ മേ ബി റീബാലൻസിൻ്റെ എഫക്റ്റും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ 1 and 2.5 crores ഒക്കെ നമുക്ക് റിട്ടേൺസ് ഈ പറഞ്ഞ പീരീഡിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് അസറ്റ് അലോക്കേഷൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് അസറ്റ് അലോക്കേഷൻ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇനിയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യം ഇനിയും ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. അത് എങ്ങനെയാണ് അസറ്റ് അലോക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണുള്ളത്, എങ്ങനെയാണ് ഒരു പേഴ്സൺ സ്വന്തമായിട്ട് നമ്മുടെ റിസ്ക് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരു പെർസെൻറ്റേജ് അലോക്കേഷൻ ഫിക്സ് ചെയ്യുന്നത്. അസറ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ ബേസിൽ ചെയ്യാം. അതല്ല, ചിലർ കരയാറുണ്ട്, എനിക്ക് യാതൊരു അസറ്റും ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല, ചിലപ്പോൾ നെഗറ്റീവിലായിരിക്കും, ലോണിൻ്റെ വാല്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനത്തെവർക്ക് അസറ്റ് അലോക്കേഷൻ ചെയ്യാം. അവരുടെ മന്ത്ലി സേവിങ് അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ 5,000 10,000 20,000 വട്ട് എവർ യു ആർ സേവിങ് പെർ മന്ത്, അല്ലെങ്കിൽ 1000 രൂപ എന്താണെങ്കിലും ആ സേവിങ്സ് എങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അസറ്റ് അലോക്കേഷൻ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ പുറകെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ആ വീഡിയോനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അപ്പോൾ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻസിൽ പറയുക. തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ കീപ് വാച്ചിങ് ദ ചാനൽ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.